അപ്പോൾ 7 സീറ്റർ അതും ചെറിയ ബഡ്ജറ്റിൽ തവണ നല്ല ഒത്തിരി 7 സീറ്ററുകളുണ്ട്. ഫസ്റ്റ് തന്നെ സ്കോർപിയോ, അതും നമുക്ക് ഓട്ടോമാറ്റിക്കൽ ഒറിജിനൽ കേരള വണ്ടി, ഫുൾ പക്ക നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. എത്ര അത് നമുക്ക് വോയിസ് മെയിലൊക്കെ വരുന്ന വണ്ടിയാണ്, ഡീസൽ ഓട്ടോമാറ്റിക്. 3.4 മാക്സിമം ലോൺ ചെയ്യാം. അടുത്ത തവണ നമുക്കൊരു 7 സീറ്ററിൽ തന്നെ 17-18 മൈലേജ് ഇടുന്ന ഷെവർലെന്റെ എൻജോയ് ആണ്. 2014 മോഡൽ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 180 കൊടുക്കാൻ പറ്റും. എൽ ടി ആണ് വരുന്നത്. അടുത്ത തവണ ഒറിജിനൽ കേരള ഇന്നോവ 2008 പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ടൈപ്പ് 4ലേക്ക് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3.35 ഒറിജിനൽ കേരള ഇന്നോവ കേട്ടോ. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് തവണ ഒരു 14 മോഡലില് ഒറിജിനൽ ടൈപ്പ് 4 വരുന്ന ഇന്റർ കൂളർ എഞ്ചിൻ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വീണ്ടും 7 സീറ്ററിലെ മൈലേജ് 2010 മോഡൽ 30 വരെ പേപ്പർ എടുത്തോണ്ട് 230 LS. അതിന്റെ ഇടയിൽ ഇതാണ് കുറച്ച് ചെറിയ വണ്ടികൾ കാണിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഒരു 24 വരെ മൈലേജ് കിട്ടുന്ന 17, അതിപ്പോ സെക്കൻഡ് ഓൺഷിപ്പ് ആയ വണ്ടിയാണ് ആയിട്ടുള്ളൂ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2.55 ഏകദേശം 10-40 രൂപ വണ്ടി ഇറക്കും ചെയ്യാൻ. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് ഒരു ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സിൽ വരുന്ന നമ്മള് പോളോന്റെ എഞ്ചിനും എന്ന അതേ പെർഫോമൻസ് കിട്ടുന്ന നല്ല സ്പേസ് ഉള്ള ഒരു കിഡിലെ അമിയോ അല്ലെ, ഡീസലാണ് ഓട്ടോമാറ്റിക്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3.60 ഫുൾ ലോൺ ചെയ്തു. 3.60 ഫുൾ ലോൺ 16 മോഡൽ വണ്ടി അല്ലെ. അതേപോലെ ഫസ്റ്റ് ജനറേഷൻ വരുന്ന ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 95 രൂപ കൊടുക്കാൻ പറ്റും. ചെറിയ പ്രൈസിലാണ് ഡീസൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡ്രീ ഡ്രൈവിൽ വിഷുവിന്റെ ഓഫർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിഷുവിനും വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് വാഹനം എടുക്കാൻ നോക്കുന്നവർക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണൊക്കെ ഒത്തിരി വാഹനങ്ങൾ കൊടുക്കാം. മാക്സിമം പ്രൈസ് കുറച്ച് കൊടുക്കുക. കുറച്ച് പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ആക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനങ്ങൾ 7 സീറ്റർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നേരെ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോളൂ കേട്ടോ.